വലിയ ദുരന്തം നടന്നിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം പിന്നിടുന്നു. തൃശ്ശൂരിൻ്റെ ഉള്ള് പൊള്ളുകയാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ലഹരിയിൽ ആഴേണ്ട ഒരു നാട് ഇപ്പോൾ 13 മരണത്തിൻ്റെ ഞെട്ടലിലാണ്. മരണസംഖ്യ ഉയർന്നേക്കാം. പരിക്കേറ്റ നിരവധി ആളുകളുണ്ട്. എത്ര പേർ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനുള്ള പരിശോധനയിലും മറ്റുമാണ് അന്വേഷണ സംഘമുള്ളത്. CV അനുമോദ് ഈ സംഭവ സ്ഥലത്തുണ്ട്. അപകടത്തിൻ്റെ വ്യാപ്തി മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് അല്പം മുമ്പാണ് നടൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ നിന്ന് സന്ദർശിച്ച് മടങ്ങിയത്. അദ്ദേഹം ഈ തൃശ്ശൂർ പൂരത്തിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ ചില സൂചനകൾ നൽകുന്നുണ്ട്. കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു തൃശ്ശൂർ പൂരം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീരുമാനം മന്ത്രിയോടക്കം ആലോചിച്ചെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഖടാവർ നായയുടെ അടക്കം പരിശോധന അവിടെയുണ്ട്. വിദഗ്ധ സംഘം അവിടെ എത്തി ശരീരാവശിഷ്ടങ്ങൾ പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ്. മറ്റെന്തൊക്കെയാണ് അനുമോദ് ഇപ്പോൾ അവിടെ നടപടികൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്തെ, നമ്മൾ ഈ സ്ഫോടനമുണ്ടായ ആ സ്ഥലത്തിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. നമുക്ക് ചുറ്റും ചിതറിക്കിടക്കുകയാണ് ഈ അമിട്ടുകളുടെയും അതുപോലെ തന്നെ ഈ വെടിക്കെട്ടിന്റെ ഉണ്ടാക്കിയ സംവിധാനങ്ങളുടെയും സന്നാഹങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് ചുറ്റും ചിതറിക്കിടക്കുകയാണ്. അതിന്റെ കാൽച്ചുവട്ടിലൊക്കെ ഈ അമിട്ടുകളുടെയും അതുപോലെ ഇതിന്റെ പൈപ്പ് കുഴിയിൽ ഇറക്കി വെക്കാൻ നിർമ്മിച്ച പൈപ്പും അതുപോലെ വലിയ അമിട്ടൊക്കെ എൻ്റെ കാൽച്ചുവട്ടിലൊക്കെ ചിതറിക്കിടക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് മുമ്പിൽ ബൈക്കുകളുടെയും അതേപോലെ മറ്റു വാഹനങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാനുണ്ട്. അതെല്ലാം തന്നെ കത്തിക്കരിഞ്ഞ നിലയിലാണ്. തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കത്തിക്കരിഞ്ഞിരിക്കുകയാണ് ഈ വാഹനങ്ങളും എല്ലാം തന്നെ. ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്ത ഭൂമി എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനാകില്ല. ഇവിടെയൊക്കെ ഈ വെടിമരുന്നിന്റെ മണം തങ്ങി നിൽക്കുകയാണ്. അതുപോലെ തന്നെ പലയിടത്തും പുക ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിലൂടെയാണ് ഫയർഫോഴ്സും പോലീസും അതേപോലെ ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥരും കെഡാവർ ഡോഗ്സും ഒക്കെ പരിശോധനകൾ നടത്തുന്നത്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ, ആരുടെങ്കിലും ശരീരാവശിഷ്ടങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഈ ഒരു പരിശോധനയുടെ ആദ്യത്തെ ലക്ഷ്യം. കാരണം ഓരോ വ്യക്തിക്കും പ്രധാനപ്പെട്ടതാണ് അവരുടെ പ്രിയപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾ അത് നൽകി പറഞ്ഞയക്കുക എന്നുള്ളത്. അവരെ തിരിച്ചറിയാനാകാതെ ആരാണെന്നറിയാതെ ഒരു അനാഥനാക്കി ഈ ലോകത്തിന് യാത്ര അയക്കുക എന്ന് വെച്ചാൽ അത് ഒരുപക്ഷെ പ്രിയപ്പെട്ടവർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ മരിച്ചവർക്ക് ഉചിതമായ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം അതാരാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം. അതിനാണ് ഇപ്പോഴത്തെ പരിശ്രമം മുഴുവൻ. ഈ ഒരു പ്രദേശം അരിച്ചു പേർക്കുകയാണ് നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും അതിനപ്പുറം മാനുഷികമായിട്ടുമൊക്കെ അത്തരത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഓരോ സ്ഥലവും കൃത്യമായി അളന്ന് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്ത് അത്തരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു പ്രദേശം മുഴുവൻ രാവിലെ നമ്മൾ വരുമ്പോഴും ദൂരെ നിന്ന് തന്നെ ഈ പ്രദേശത്തിന് ചുറ്റുപാടുള്ള വീടുകളുടെ ഒക്കെ ചില്ലുകൾ തകർന്ന അവസ്ഥയിലായിരുന്നു. അതായത് ഇതിന്റെ ഒരു പ്രതിധ്വനി, അതിന്റെ ഒരു പ്രകമ്പനം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് നീണ്ടു കിടക്കണം. ആദ്യമൊക്കെ ഒരു ഭൂകമ്പം ഉണ്ടായി എന്ന തരത്തിലായിരുന്നു എല്ലാവരും ഭയപ്പെട്ടത്. പക്ഷേ ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ ഒരുപാട് സമയമെടുത്തു. 5000 ടണ്ണിലേറെ വെടിമരുന്നാണ് ഈ ഒരു സാമ്പിൾ വെടിക്കെട്ടിനായിട്ടുള്ള സന്നാഹങ്ങൾ നിർമ്മിക്കുവാനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതിലേറെ ഉണ്ടായിരിക്കാം. അത്രയും വെടിമരുന്ന് സാമ്പിൾ വെടിക്കെട്ടിന്റെ പല ഘട്ടങ്ങളിലായി പൊട്ടി തീർക്കേണ്ട വെടിമരുന്നാണ് നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ കത്തിത്തീർന്നത്. ഈ പ്രദേശത്തെ ഒന്നാകെ ഭസ്മമാക്കിക്കൊണ്ടാണ് ഈ ഒരു വെടിമരുന്നുകൾ കത്തിത്തീർന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും ഈ വീടുകളെയും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ കത്തി ചാമ്പലായി കാണുന്ന അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ചിതറിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു പരിശോധന മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നത് തന്നെയാണ്. കാരണം ഈ അപകടത്തിന്റെ അപകടത്തിന്റെ മറ്റ് നടപടികൾ, ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ, ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ ഭാഗമാണെങ്കിൽ പോലും അതിൽ നിന്നാകാം ഒരാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുക. അത് എത്ര ചെറിയ ശരീരാവശിഷ്ടമാണെങ്കിലും അത് വളരെ
നിർണായകമാണ് ഈ ഒരു DNA പരിശോധനയുടെ സമയത്ത്. അങ്ങനെ ഉള്ള പരിശോധനകൾക്ക് വേണ്ടി വിശദമായിട്ട് തന്നെ ഈ ഒരു മേഖല അരിച്ച് പെറുക്കേണ്ടതുണ്ട്. അതിൻ്റെ നടപടികൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇനി കുറച്ച് അല്പസമയത്തിനകം സ്കൂബ ഡൈവേഴ്സ് ഇവിടെ എത്തുമ്പോൾ ഇതിനടുത്തുള്ള കുളവും കിണറും ഒക്കെ പരിശോധിക്കാനുള്ള നടപടികളും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്നാണെങ്കിലും ഈ മണിക്കൂറുകളിൽ നമ്മൾ ശേഖരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങളാണ് ഈ ദുരന്തത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വെടിക്കെട്ടിൻ്റെ അപകടം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് അപകടങ്ങളെക്കാൾ അതീവ തീവ്രമാണ്. കാരണം അപകടത്തിൽപ്പെട്ടവർ അവരുടെ ശരീരം പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറും. മറ്റ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ വിശദാംശങ്ങൾ പങ്കുവെക്കണം. നമുക്കൊരു ഇടവേളയിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോയിട്ട് അനുമോദിലേക്കും നവമിയിലേക്കും വരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.